ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000156 800120. മരുമകളുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അയ്യോ എന്റെ പൊന്നു മോനെ, അവളുടെ കാര്യം പറയാതിരിക്കുക ഭേദം. അവളാണെങ്കിൽ ഉണ്ടല്ലോ ഒരു ഒറ്റ പണി ചെയ്യത്തില്ല. എന്തിന് ഒരു ഇച്ചിരി ഉപ്പ് ഏതാ പഞ്ചസാര ഏതാന്ന് പോലും അറിയത്തില്ല. എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കുവാന്നോ കുറ്റവും പറഞ്ഞുകൊണ്ടിരുന്നു മൂക്ക് മുട്ട തിന്നും. ഞാൻ എവിടെയെങ്കിലും അടങ്ങിയിരിക്കുവാന്നെങ്കിൽ ചൊറിഞ്ഞോണ്ട് എന്റെ അടുത്ത് വരും. എന്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ എന്നെ എന്തൊക്കെയാ പറയുന്നത്. ചില സമയത്ത് പറയുന്ന കേട്ടാലുണ്ടല്ലോ എന്റെ പൊന്നു മോനെ എവിടെയാലും ഇറങ്ങിപ്പോയാ. എന്തമ്മായി എന്തോന്നത് ഇതെന്തോന്ന് ഇങ്ങനെയാണ് 28 പായസം ഉണ്ടാക്കണ നീ? ഏത് പായസം? എന്ത് പായസമേ? ഏത് പായസം? എന്ത് പായസം എന്നാ നീ എന്തോ നിന്റെ അടുത്ത് പറഞ്ഞേ? നീ മാറിയില്ല ഇവിടെ. നിന്റെ അടുത്ത് ഞാൻ വീഡിയോ കാണിക്കാൻ പറഞ്ഞപ്പോ നീ എന്തോ നിന്റെ അടുത്ത് പറഞ്ഞേ? വീഡിയോ എഡിറ്റ് ചെയ്യണം, മ്യൂസിക് ചെയ്യണം, എന്നിട്ട് നീ അപ്ലോഡ് ചെയ്യുള്ളൂ എന്നല്ലേ? എഡിറ്റ് ചെയ്യാനും മ്യൂസിക് ചെയ്യാനും ഉണ്ടായിരുന്നു. ആണല്ലേ? അപ്പൊ അപ്ലോഡ് ചെയ്തപ്പോ എന്റെ അടുത്ത് നീ പറയാത്ത മറന്നുപോയി. അപ്പൊ നിനക്ക് അറിയായിരുന്നു ഇവിടെ തമ്മിത്തല്ല് ഉണ്ടാക്കാനാണ് നിന്റെ പ്ലാൻ എന്ന്. ഞാനാണോ തമ്മിത്തല്ല് ഉണ്ടാക്കിയ? നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നതല്ലേ? ആണല്ലേ? ഞാൻ സത്യമായിട്ട് ഇതിനകത്ത് എനിക്ക് ഒരു രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇല്ലല്ലേ നിനക്ക്? ഇല്ലല്ലേ? അപ്പോ വിളിച്ചു ചോരട്ടെ ഞാൻ. എന്താന്നാ എന്തായിരുന്നു ഈ ഫോണില്? എന്തൊക്കെ അമ്മ എന്നെ പറ്റി പറഞ്ഞേ? എന്താ മോനെ? നമ്മൾ ഇന്നലെ എടുത്ത ഇന്റർവ്യൂ ഇല്ലേ അമ്മ, അത് കയറി ഹിറ്റായി. അതിന്റെ സങ്കടം. അതിന്റെ അസൂയ അല്ല എന്തുവാ? അസൂയ എനിക്ക് അത് കണ്ടിട്ട്. കൊള്ളാം നല്ല രസമുണ്ട് മോനെ. താങ്ക്സ്. വെൽക്കം. പിന്നെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെല്ലാം വിളിച്ചു. ഇന്റർവ്യൂ കണ്ടെന്ന് നന്നായിരിക്കുന്നെന്ന്. ഇപ്പൊ ഞാൻ എയർലായി. എങ്ങനെ ഉണ്ട് ഇപ്പം? അമ്മായി ഇപ്പൊ എയർലായിട്ടില്ല, എയർലാവാൻ പോന്നേ ഉള്ളു. പാറു കൊഞ്ചം പേസാമര്. അമ്മ എന്നോടത് വേണ്ടായിരുന്നു. എന്തെങ്കിലും പറയാണ്ട് ഇവിടെ വെച്ച് പറഞ്ഞു തീർത്തൂടെ? ഇതിപ്പോ കുടുംബക്കാര് പറഞ്ഞു, കുടുംബശ്രീക്കാര് പറഞ്ഞു. ഞാൻ എന്നോട് ചോദിച്ചതിന് മറുപടി പറഞ്ഞെന്നേ ഉള്ളൂ. ഇവനാ എല്ലാത്തിനും ഉത്തരവാദി. അവനോട് ചോദ്യര് അങ്ങനെ ഇന്റർവ്യൂർക്ക് ഇതിലൊരു യാതൊരു പങ്കുമില്ല കേട്ടാ. ഇപ്പൊ ഉദാഹരണത്തിന് 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാൻ പോകുന്നു. അപ്പൊ 2 രാജ്യത്തിന്റെയും ഈ തലവന്മാര് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് പറയും ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോവാണ്. അങ്ങനെ പറയുമല്ലോ. അങ്ങനെ പറയുമ്പോ ആ ക്യാമറമാനാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. ക്യാമറമാനാണ് ഉത്തരവാദിത്വം, അല്ലല്ല അവർക്കല്ലേ? അതേപോലെ പറയണവർക്കാണ് റെസ്പോൺസിബിലിറ്റി. പ്രത്യേകം ഞാൻ അടിയിൽ എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു എനിക്കിതിലൊരു യാതൊരു പങ്കുമില്ലെന്ന്. ഹലോ, ജനാർദ്ദന കണ്ടോ? താങ്ക് യു. എല്ലാവർക്കും അയച്ചു കൊടുക്കണേ. ആണോ? ഞാൻ കേശവനോട് പറയാം. വെക്കട്ടെ എന്നാ. എടാ നമ്മുടെ ജനാർദ്ദനില്ലയോ? ജനാർദ്ദനാ വിളിച്ചേ. അവന്റെ ഒരു ഇന്റർവ്യൂ എടുക്കണമെന്ന്. അതിനിപ്പോ എന്താ വരാൻ പറ, എടുക്കാമല്ലോ. ഹലോ പ്രേമേ. ആണോ? അയ്യോ താങ്ക് യു. പറഞ്ഞോ. ഞാൻ പറയാം. எவ்வளோ சந்தோஷம் பாரு. விட்டுடு கௌரி, பாவம் சின்ன பிள்ளைத்தனமா எதா செஞ்சாங்க அவ்வளோதான். விட்டுடு. കേശു, എനിക്കിത് വിടാൻ പറ്റൂല. എനിക്ക് പ്രതികാരം ചെയ്യണം. അത് പറ്റൂല. നീ ഒരു കാര്യം ചെയ്യണം. എന്റെ കൂടെ ഇന്റർവ്യൂ എടുക്കണം. എനിക്കും ചിലത് പറയാനുണ്ട്. ഇന്റർവ്യൂ അങ്ങനെ എടുക്കാൻ പറ്റില്ല. അതെന്താ ഇന്റർവ്യൂ അങ്ങനെ എടുക്കാൻ പറ്റാത്തത്? പെയ്ഡാണ്. പൈസ തരാം. Are you sure?